ഇനി നെക്സ്റ്റ് കഫ് വരക്കാം. ഇതിനു വേണ്ടി 2 ഇഞ്ച് ലെങ്ത്തുള്ള 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മുകൾ ഭാഗത്ത് 1.25 ഇഞ്ചും താഴെ ഭാഗം ഒരു 3/4 ഇഞ്ചൊക്കെ വരുന്ന രീതിയിൽ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ മുകൾ ഭാഗത്ത് വിഡ്ത്ത് കൂടിയും താഴെ ഭാഗം സ്ലീവിൻ്റെ എൻഡിങ് വരുന്ന ഭാഗം വിഡ്ത്ത് കുറഞ്ഞിട്ടുമാണ് വരയ്ക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം. ആദ്യം 2 ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഉൾഭാഗത്ത് കേവായിട്ടൊന്ന് വരയ്ക്കുക. അത് കംപ്ലീറ്റ് ജോയിൻ ചെയ്യുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഗ്യാപ്പ് വെച്ച ഭാഗത്ത് നിന്നും 2 സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്കായി വരച്ചു കൊടുക്കാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ടുള്ളത് സിപ്പർ പോർഷൻ വരയ്ക്കാൻ വേണ്ടിയാണ്. സിബ് വെച്ചിട്ടുള്ളൊരു ടൈപ്പ് കഫാണ് ഈ ഒരു സ്ലീവിന് വന്നിട്ടുള്ളത്. ഇനി ആ സിപ്പർ പോർഷൻ്റെ മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതൊന്ന് ഇറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ സിഗ്സാഗ് വരച്ചു കൊടുക്കാം. സിപ്പർ പ്ലാക്കറ്റിനെ മെൻഷൻ ചെയ്തിട്ടാണ് ഈ സിഗ്സാഗ് ആയിട്ട് വരച്ചു കൊടുക്കുന്നത്. സിഗ്സാഗായി വരച്ചതിൻ്റെ തൊട്ടടുത്തൂടെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഒന്നുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിപ്പർ പ്ലാക്കറ്റിലെ റണ്ണർ അല്ലെങ്കിൽ സ്ലൈഡർ എന്നൊക്കെ പറയും, ആ ഒരു നമ്മൾ സിപ്പ് വലിച്ചിടുന്ന ആ ഒരു ഭാഗത്തെയാണ് റണ്ണർ അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ആദ്യം തന്നെ ആ മുകൾ ഭാഗത്തുള്ള സിഗ്സാഗായി വരച്ച കുറച്ച് ഭാഗം ഇറേസ് ചെയ്തതിന് ശേഷം നമുക്ക് റണ്ണർ വരച്ചു കൊടുക്കാം. ഇതൊന്ന് സൂം ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം തന്നെ ആ ഒരു മുകൾ ഭാഗത്ത് ആ ട്രയാങ്കിൾ വന്നിട്ടുള്ള ആ ഭാഗത്തുള്ള സിഗ്സാഗ് വരച്ചിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് എറേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം റണ്ണറിൻ്റെ മുകൾ ഭാഗം ആദ്യം ഒരു ഓവൽ ഷേപ്പ് വരിക, അതിൻ്റെ താഴെയായിട്ടൊരു റൗണ്ട് ഷേപ്പ് പോലെ കൊടുത്ത് ആ റണ്ണറിൻ്റെ ആ ഒരു സ്റ്റൈൽ, ഓരോ റണ്ണറിനും ഓരോ സ്റ്റൈലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇതിൽ വരയ്ക്കുന്ന റണ്ണറിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. അതൊന്ന് കറക്റ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഡാർക്ക് പെൻസിലെടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പാക്കി ഇനി ആ ഒരു സിഗ്സാഗായിട്ട് വരച്ചതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഒരു റണ്ണർ വരുന്ന ആ ഒരു ഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റ് ഒരു റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാവുള്ളൂ. എല്ലാ ഭാഗവും കറക്റ്റ് ഡാർക്കാക്കി ഷേപ്പാക്കി വരച്ചതിന് ശേഷം നമുക്കിനി സ്റ്റിച്ചിങ് ലൈൻ വരച്ചു കൊടുക്കാം. ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് സ്റ്റിച്ചിങ് ലൈൻ മെൻഷൻ ചെയ്യുന്നത്. ഇനി ഈ കഫിൻ്റെ പേര് എഴുതാം. സ്പോർട്സ് കഫ് വിത്ത് സിബ് ആൻഡ് ഫാബ്രിക് പുള്ളർ എന്ന് ഈ കഫിൻ്റെ താഴെയായിട്ടൊന്ന് എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് ഒരു കഫ് കൂടെ വരയ്ക്കാം. ഇതിനു വേണ്ടി 2 ഇഞ്ച് ലെങ്ത്തിൽ 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുന്നത്തെ കഫിൽ ചെയ്തതുപോലെ തന്നെയാണ്. 1.25 ഇഞ്ച് വിഡ്ത്തിൽ മുകൾ ഭാഗം എടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ ഭാഗം ചെറിയൊരു വിഡ്ത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 3/4 ഇഞ്ച് ആ ഒരു വിഡ്ത്ത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് സ്ലീവിൻ്റെ ഓപ്പൺ വരച്ചു കൊടുക്കാം. ഇനി ആ സ്ലീവിൻ്റെ എൻഡിങ് മുതൽ മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ വേണമെന്നില്ല, ചെറിയൊരു കേവോട് കൂടി ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ നേരെ സെൻറ്ററിൽ നിന്നല്ല, സെൻറ്ററിൽ നിന്നും കുറച്ച് മാറി ഇപ്പുറത്തോട്ടേക്കായിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൽ സ്റ്റിച്ചിങ് ലൈനെ റെപ്രസെൻ്റ് ചെയ്ത് ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഓരോ ഭാഗങ്ങളിലായിട്ട് ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കഫിൽ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ബട്ടൺസോ ഹുക്കോ പ്രസ് ബട്ടണോ ഒന്നുമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെൽക്രോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെൽക്രോ എന്ന് പറയുമ്പോൾ ഒരു ഫാസ്റ്റനിങ് മെറ്റീരിയൽ തന്നെയാണ്. 2 മെറ്റീരിയൽസ് തമ്മിൽ ജോയിൻ ചെയ്യാനും ക്ലോസ് ചെയ്യുന്നതിനും ഓപ്പൺ ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫാസ്റ്റനിങ് മെറ്റീരിയലാണ് വെൽക്രോ എന്ന് പറയുന്നത്. ഈ വെൽക്രോ സ്റ്റിച്ച് ചെയ്ത് ചേർത്തതിൻ്റെ സ്റ്റിച്ചിങ് ലൈനാണ് ഈ ഒരു രീതിയിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് വെൽക്രോ. ഇത് ചെരുപ്പ്, കുട, ഷൂസ് എന്നിവയിലൊക്കെ സാധാരണയായി കാണാറുണ്ട്. ഇത് ഗാർമെൻറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഗാർമെൻറ്റിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള വെൽക്രോ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടെ ഡാർക്കായിട്ട് വരച്ച് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്നും നമ്മളിപ്പോൾ ഷെയ്ഡിങ് ചെയ്തിട്ടില്ല.
ഷെയ്ഡിംഗ് ഒക്കെ നിങ്ങൾ ചെയ്ത് കറക്റ്റാക്കി മുകളിൽ ആദ്യത്തെ 2 കഫിൽ ചെയ്തതുപോലെ ഷെയ്ഡിംഗ് ഒക്കെ കറക്റ്റായി ചെയ്തിട്ട് തന്നെ വെക്കുക. ഈ കഫിൻ്റെ നെയിം സ്പോർട്സ് കഫ് വിത്ത് വെൽക്രോ എന്നാണ്. ഇത് കഫ് വരച്ചതിൻ്റെ താഴെയായിട്ട് എഴുതി വെക്കുക.